എത്ര സമയമായിട്ട് കുറച്ചു കൊടുക്കും? ളുഹറിന്റെയും അസറിന്റെയും ഇടയിലുള്ള സമയമായിട്ട് കുറച്ചു കൊടുക്കും. അതാരാ? എന്നിപ്പോ ളുഹർ ബാങ്ക് വിളിക്കണ ഒരു 12:30 അല്ലെ? അപ്പൊ എങ്ങനെ വന്നാലും ഒരു 3-3.5 മണിക്കൂർ ഉണ്ടാവും എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? പരലോകം തുടങ്ങി 3.5 മണിക്കൂർ കൊണ്ട് ഹിസാബും കഴിഞ്ഞ് സിറാത്തും കഴിഞ്ഞ് മീസാനും കഴിഞ്ഞ് ഇവര് സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവും. 3.5 മണിക്കൂർ കൊണ്ട് കൊതിയാകുന്നുണ്ട് ചെറുപ്പക്കാരാ. അള്ളാഹു ആ ഭാഗത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ളുഹറിന്റെയും അസറിന്റെയും ഇടയിലുള്ള സമയം കൊണ്ട് അവര് സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവും. രണ്ടാമതൊരു രൂപമുണ്ട്. അതെത്രയാ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദറു റകഅത്തൈനി, 2 റകഅത്ത് നിസ്കരിക്കുന്ന സമയം കൊണ്ട്. ഖദറു റകഅത്തൈനി, 2 റകഅത്ത് നിസ്കരിക്കുന്ന സമയം കൊണ്ട് അവര് സ്വർഗവും കടന്ന് അവര് സ്വർഗത്തിലെത്തിയിട്ടുണ്ടായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഹോദരങ്ങളെ, പരലോകം തുടങ്ങി എല്ലാവരും വെപ്രാളത്തിൽ കിടന്നോടുമ്പോ 2 റകഅത്ത് നിസ്കരിക്കുന്ന സമയം കൊണ്ട് ചിലര് സ്വർഗത്തിലെത്തും. അവരാരാണ്? അവരാരെന്നറിയുമോ? അവര് മറ്റാരുമല്ല, ശാബുൻ നസഫി ഇബാദത്തില്ലാ, അള്ളാന്റെ സ്മരണയിൽ ജീവിതം കഴിച്ചുകൂട്ടിയ യുവാക്കളും യുവതികളും. സമയം കിട്ടുമ്പോഴെല്ലാം ഖുർആൻ എടുത്തോതിയിട്ട് അള്ളാനെ കുറിച്ച് ചിന്തിച്ചവർ, അള്ളാനെ കുറിച്ച് പഠിച്ചവർ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കരഞ്ഞവർ. അവർക്ക് അല്ലാഹു നാളെ 2 റകഅത്ത് നിസ്കരിക്കുന്ന സമയം കൊണ്ട് അല്ലാഹു സ്വർഗത്തിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആകണോ? അല്ലാഹു അക്കൂട്ടത്തിലാക്കട്ടെ. സമയം കുറച്ച് അള്ളാനെ കുറിച്ച് 24 മണിക്കൂറിന്റെ ഉള്ളില് അള്ളാനെ കുറിച്ച് ചിന്തിക്കാൻ എന്റെ പൊന്നു സഹോദരന്മാരെ ഇച്ചിരി സമയം കളയും. ഖുർആൻ ഒന്ന് പഠിക്കാൻ, ഖുർആൻ ഒന്ന് ചിന്തിക്കാൻ, ഖുർആനിനെ കുറിച്ച് ഓർക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മൂന്നാമതൊരു വിഭാഗമുണ്ട്. അവരാരാ? അതും കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. മൂന്നാമത്തെ വിഭാഗം എന്താ? പരലോകം തുടങ്ങി ഇവര് നേരെ അങ്ങോട്ട് നടന്നു നിന്നിട്ട് നേരെ സ്വർഗത്തിന്റെ വാതിലിന്റെ മുമ്പിലെത്തും. പോയിട്ട് സ്വർഗത്തിന്റെ വാതിൽ മുട്ടും. ഇഫ്തഹു ഇഫ്തഹു ഇഫ്തഹു, വാതിൽ തുറക്കീൻ, വാതിൽ തുറക്കീൻ, വാതിൽ തുറക്കീൻ. സ്വർഗത്തിന്റെ വാതിലിൽ പോയിട്ട് ഇവര് നേരിട്ട് പോയിട്ട് മുട്ടും. ഏയ്, സ്വർഗത്തിന്റെ വാതിൽ തുറക്ക്. അപ്പൊ എന്ത് ചെയ്തു? നേരെ മഹിസ്സറ തുടങ്ങി. ഇവര് നേരെ അങ്ങോട്ട് കടന്നതിന് ഹിസാബില്ല, സിറാത്തില്ല, മീസാനില്ല, ഒന്നുമില്ല. നേരെ പോയിട്ട് ഇവര് സ്വർഗത്തിന്റെ വാതിലിൽ പോയി മുട്ടും. ഏയ്, ഇഫ്തഹു ഇഫ്തഹു ഇഫ്തഹു, വാതിൽ തുറക്കീൻ, വാതിൽ തുറക്കീൻ. സ്വർഗത്തിന്റെ മലക്കുകൾ അന്തം വിട്ട് നിന്ന് പോകും. പടച്ചോന് ഇത് ആരായത്? വാതിൽ മുട്ടുകേക്കണോട്ട് സ്വർഗത്തിനെ കൊണ്ട് കാക്കുന്ന മലക്കുകൾ വന്നിട്ട് വാതിൽ തുറക്കും. ഇത് കെട്ടുകഥയൊന്നല്ല, ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. വാതിൽ തുറന്നിട്ട് ഇവർ അത്ഭുതത്തോടെ ചോദിക്കും, അപ്പൊ ഹൂസിബത്തും, നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ ഇത്ര പെട്ടെന്ന്? എന്തൊരവസ്ഥയായത്! അങ്ങനെയൊക്കെ ചോദിക്കുന്നു എന്ന് കേൾക്കാൻ അവസരം കിട്ടാന്ന് പറഞ്ഞ മലക്കുകൾ ചോദിക്കും, അപ്പൊ ഹൂസിബത്ത്, നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞ? വന്നാസു ബിൽ ഹിസാബ്, ജനങ്ങളെല്ലാം വിചാരണ നേരിട്ട് അള്ളാടെ മുമ്പിൽ നിന്ന് മറുപടി പറയല്ലേ. നിങ്ങൾ അവിടെ നിന്നൊക്കെ കണ്ണു വെട്ടിച്ചിട്ട് വന്ന് സ്വർഗത്തിന്റെ വാതിൽ മുട്ടണം. ഇത് മുട്ടി തുറക്കാൻ സമയമായില്ലല്ലോ. എല്ലാരും വിചാരണയൊക്കെ കഴിഞ്ഞ് നന്മയും തിന്മയൊക്കെ നോക്കിയിട്ടല്ലേ സ്വർഗത്തിന്റെ വാതിൽ തുറക്കണത്. ഇതിന്റെ ഇടയ്ക്കടെ പാഞ്ഞു വന്നിട്ട് നിങ്ങൾ വാതിൽ തുറക്കണ. അപ്പൊ ഹൂസിബത്ത്, നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ? ആ കുതിയൽ അമ്രു, ഇത്ര പെട്ടെന്ന കാര്യം കഴിഞ്ഞ? ഓ, എന്താ ഹദീസ്! ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വുജൂഹുഹും കൽ ഖമരി ഫീ ലൈലത്തുൽ ബദർ, അവരുടെ മുഖം കണ്ടാൽ 14 രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നത് കാണാം. മലക്കുകളെ ചോദിക്കും, അപ്പൊ ഹൂസിബത്തും, നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ? വന്നാസു ഫിൽ ഹിസാബ്, ജനങ്ങളെല്ലാം ഹിസാബിലാണല്ലോ, അവരെല്ലാം ഹിസാബിന് വേണ്ടി നിരനിരയായി നിൽക്കുകയാണല്ലോ. ആ സമയത്ത് അവര് ചോദിക്കും, നിങ്ങൾ എന്താ ചോദിക്കുന്നത്? ഹിസാബ് കഴിഞ്ഞു എന്നോ? എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങളോട് വിചാരണ ചോദിക്കേണ്ടത്? ഞങ്ങളുടെ ജീവിതത്തിന് എന്ത് പറയാനാണ് വിചാരണ കൊടുക്കാൻ? ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ അല്ലാഹുക്കല്ലാതെ വേണ്ടൊന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് സ്വർഗത്തിന്റെ മലക്കുകൾ ചോദിക്കും, നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോ അവര് പറയും, ഞങ്ങൾ ആരാന്നറിയുമോ? അസിയാഫുനാ ഫൗക അവാതിഖിനാ ഖൽഫ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുറകെ മുതുകില് വാളും തൂക്കി നടന്ന മുഹാജിരീങ്ങളായ സഹാബത്താണ് ഞങ്ങൾ. ഞങ്ങള് മുഹാജിരീങ്ങളാണ്, ഞങ്ങള് മുഹാജിരീങ്ങളാണ്. എന്റെ സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് വേണ്ടി നാട് വിട്ട, അള്ളാഹ്ക്ക് വേണ്ടി വീട് വിട്ട, അവന് വേണ്ടി ദുനിയാവിനെ
ഉപേക്ഷിച്ച, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി സമയം മാറ്റിവെച്ച, നാളെ സ്വർഗത്തിന്റെ വാതിലിൽ പോയി മുട്ടാം. ആ സ്വർഗത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. വസീകല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ. ആ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമ്പോ അവിടെ നിന്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് നടത്തിക്കൊണ്ടുപോകാൻ സ്വർഗഹൂറാനികൾ ഉണ്ടാകും. അവര് നിന്റെ കൈപിടിച്ചിട്ട് പറയും ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. സന്തോഷത്തോടെ ഈ സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നുപോയിക്കൊള്ളുക. അള്ളാഹു ഇത് കേൾക്കാനും അതിലൂടെ കൈപിടിച്ചു പോകാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ പരലോകത്തിന്റെ 50,000 വർഷം അള്ളാഹു കുറച്ചു കൊടുക്കുമ്പോൾ അള്ളാഹു ഈ സാധുക്കളെ കൂട്ടത്തിൽ പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾക്കൊരല്പസമയം അള്ളാഹുവിന്റെ ചിന്തയിലായി കഴിഞ്ഞുകൂടെ? 50,000 വർഷം നമുക്ക് ലഘൂകരിച്ചു കിട്ടും. എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളുടെ സഹോദരൻ എന്ന രീതിയിൽ ഞാൻ പറയുക, ഈ പെപ്രാളവും കോമാളിത്തരവും ഒക്കെ ഒന്നും നിർത്തീൻ. എന്റെ പൊന്നുമോനെ, ഈ ലോകത്ത് വലിയ അഹങ്കാരത്തോടെ ജീവിച്ചവരൊക്കെ എവിടെ പോയി? ഈ നെഞ്ചും വിരിച്ച് നടന്നവനൊക്കെ എവിടെ പോയി? മൂസാ നബിയോട് ഫിർഔൻ ചോദിച്ചേ, മൂസ നിന്റെ അള്ളാ ആരാ? ആരാ മൂസ നിന്റെ അള്ളാ ആരാ ചോദിച്ചത്? സിംഹാസനത്തിൽ ചാരി എന്നിട്ട് ഫിർഔൻ. മൂസാ നബി പറഞ്ഞു, അല്ലദീ യുനസ്സിലുൽ ഗൈസ, ആകാശത്ത് നിന്നും മഴ വർഷിപ്പിക്കുന്നവനായ എന്റെ അള്ളാ. ഇത് കേട്ട ഫിർഔൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, ആഹാ മൂസ, എന്നാലും നിന്റെ അള്ളാഹ്ക്ക് മേലെ ഞാനാ. കാരണം എന്താ? മഴ പെയ്യിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? ഖുർആനല്ലേ. മൂസാ നബി വെച്ച് നിന്റെ അള്ളാഹ് ആരാ? മൂസാ നബി അല്ലദീ യുനസ്സിലുൽ ഗൈസ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ. ഇന്നും ചില ഫിറൗമാരുടെ മുമ്പിൽ പോയിട്ട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ ആ ഫിറൗമാർക്ക് മനസ്സിലാവില്ല. ഫിറൗന്റെ വംശം ചത്തുപോയിട്ടൊന്നുമില്ല. ഇപ്പോഴും ആധുനിക ഫറവമാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹ് എവിടെ? അള്ളാഹ് ഇല്ല. ഞാൻ പള്ളിയിൽ കയറൂല. ഞാൻ മരിച്ചാ നീ കാരണം നിന്നെ ആരെങ്കിലും പൊക്കി എടുത്തുകൊണ്ട് വരും. അത് വേറെ കാര്യം, കുഴിച്ചിടാൻ. കാരണം നീ റൂഹ് പോയാൽ പിന്നെ നീ നാരണ സാധനമാണ്. നിന്നെ പട്ടിക്ക് പോലും വേണ്ടാത്ത സാധനമാണ്. പിന്നെ എന്ത് കണ്ടിട്ടാ മോനെ അഹങ്കരിക്കുന്നത്? മോനെ, ഒരു പോത്ത് ചത്തുപോയാല് അതിന്റെ മാംസത്തെ ആളുകൾ തിന്നും. ഇനി അത് അഴുകിപ്പോയെന്ന് വിചാരിക്കുക, അതിന്റെ തൊലിയെടുത്ത് വിറ്റാൽ പോലും 500 റുപ്യ കിട്ടൂലേ? എന്റെ പൊന്നു മോനെ, നീ മരിച്ചാൽ നിന്റെ മാംസവും മനുഷ്യന് വേണ്ട, നിന്റെ തൊലിയും ആർക്ക് വേണ്ട. പിന്നെ നീ ആരാ? ഈ എന്ത് കണ്ടിട്ടാ ഈ കിടന്നിട്ട് ഈ ചാടണത്? പോത്ത് മരിച്ചാ പോത്തിന്റെ തൊലി കണ്ടെങ്കിലും മനുഷ്യന് ഉപയോഗമുണ്ട്. ഈ റൂഹങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. 6 അടി മണ്ണിൽ പോയി കിടക്കാനുള്ളതാണ്. പിന്നെ എന്ത് കണ്ടിട്ടാ ഈ ചാടിയവരൊക്കെ എവിടെ? മൂസാ നബി ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാണ് അള്ളാന്ന് പറഞ്ഞപ്പോ ഫിറൗൻ പൊട്ടി. എന്നാലും മൂസ നിന്റെ അള്ളാടെ മേലെ ഞാനാ. കാരണം എന്താ? മഴ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഭൂമി വേണ്ടേ? ഇത് ചുമ്മാ കേട്ടിട്ടിരുന്നാ പോരാ, ഇതൊരു ശാസ്ത്രീയ സത്യമാണ്. ഖുർആൻ ഇങ്ങനെയൊക്കെ ഒന്ന് പഠിക്കണം. ഭൂമിന്ന് നീരാവി പൊന്തി മേഘത്തിന്റെ മുകളിൽ പോയിട്ട് അവിടെ നിന്നല്ലേ ആകാശത്ത് നിന്ന് വെള്ളം താഴോട്ട് വരണത്. അപ്പൊ ഭൂമിയിൽ നിന്ന് കടലിൽ നിന്ന് നീരാവി പോയില്ലെങ്കിൽ പിന്നെ മഴ ഉണ്ടാകുമോ? അപ്പൊ ഭൂമി ആരുടേതാ? അനല്ലദീ മുൽക്കു മിസ്ര. ഈ മിസ്ര എന്റെയാ. ഈ നൈൽ നദി പോലും ഞാൻ പോട്ടേന്ന് വിചാരിച്ചോണ്ട് ഒഴുകണ. ഞാൻ ഒഴുകണ്ടെന്ന് പറഞ്ഞാൽ അത് ഒഴുകൂല. ആര് പറഞ്ഞാ ഇത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ മനുഷ്യന് ഭ്രാന്തായിരുന്നു? ആണോ? ഫിറൗന് ഭ്രാന്താണോ? അല്ല, അയാൾക്ക് അഹങ്കാരമായിരുന്നു. അംഗീകരിക്കാനുള്ള ഈ മനസ്സ്. ആ ഫിറൗൻ എവിടെ പോയി? ആ ഫിറൗനും ചത്തു. അഹങ്കാരത്തോടെ പറഞ്ഞ ആ ഫിറൗനും ചത്തു. പക്ഷേ അള്ളാഹു പറഞ്ഞു, ഫിറൗനും അവന്റെ മന്ത്രിമാരും ചത്തപ്പോ ആകാശവും കരഞ്ഞില്ല, ഭൂമിയും കരഞ്ഞില്ല. ഫിറൗൻ ചത്തപ്പോ ആകാശവും കരഞ്ഞില്ല, ഭൂമിയും കരഞ്ഞില്ല. പക്ഷെ നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ആകാശം കരയണം, ഭൂമി കരയണം. അങ്ങനെ ജീവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവനവൻ മരിക്കുമ്പോൾ ആകാശത്തെ കൊണ്ട് കരയിപ്പിക്കണം. അവനാണ് യഥാർത്ഥ മുത്തഖി. എന്റെ പൊന്നു സഹോദര, മരണ വീട്ടിലെ വിളി എന്താ? ഭാര്യ വിളിക്ക്, അള്ളാഹുവേ ഞാൻ തന്നെയായി പോയല്ലോ, അല്ലാ എന്നെ ഇനി നോക്കാൻ ആരുണ്ട് പടച്ചവനെ? 2 മക്കളെയും കെട്ടിപ്പിടിച്ച്, പൊന്നുമക്കളെ നിങ്ങളെ നോക്കാൻ ആരുമില്ലല്ലോ മക്കളെ, നിങ്ങൾ ഒറ്റയ്ക്കായി പോയല്ലോ മക്കളെ. വൃദ്ധരായ മാതാപിതാക്കൾ പറയും, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അള്ളാഹുവേ വയസ്സാം കാലത്ത് എനിക്ക് ആകെയുള്ള കൂട്ട് അവൻ പോയല്ലോ, അള്ളാഹുവേ മുറുക്കാൻ മേടിക്കാനെ ആര് കാശ് തരും? പടച്ചു തമ്പുരാനെ, മരണ വീട്ടിൽ അള്ളാഹുവേ എന്റെ ഭർത്താവ് മരിച്ചു, ഇവൻ ഇനി ഖബറിൽ തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് കരയണ ഏതെങ്കിലും ഒരു കരച്ചിൽ നിങ്ങൾ മരണ വീട്ടിൽ കേട്ടിട്ടുണ്ടോ?
ജീവിച്ചിരുന്നവരെ തനിച്ചാക്കിയിട്ട് ഇവൻ പോയി എന്നുള്ള വേവലാതിയല്ലേ? ഈ മരിച്ചുപോയവൻ ഇനി കബറിലാണ്. പടച്ചവനെ, എന്റെ ഭർത്താവ് ഇത്രയും നാളെന്റെ കിടപ്പറയിൽ കെട്ടിപ്പിടിച്ചു കിടന്നവൻ ഇനി അവൻ കബറിൽ ഏകനാണല്ലോ. അല്ലാഹുവേ, അവൻ ആര് കൂട്ടെന്നോർത്തിട്ടുള്ള കരച്ചിലില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മരിച്ചാൽ ആകാശം കരയണം, ഭൂമി കരയണം. ഫിറൗനും അവന്റെ മന്ത്രിമാരും മരിച്ചപ്പോൾ ചത്തപ്പോൾ ആകാശം കരഞ്ഞില്ല, ഭൂമി കരഞ്ഞില്ല. ഫമാ ബകത അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻദരീൻ. ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബക്കൾ ചോദിച്ചത്, എന്തോരായത്താണ് നബിയെ? ആരെങ്കിലും മരിച്ചാൽ ആകാശവും ഭൂമിയും കരയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹൽ തബ്കി സമാഉ വൽ അർളു അലാ മൗതി അഹദിൻ. ആരെങ്കിലും മരിച്ചാൽ ആകാശവും ഭൂമിയും കരയുമോ നബിയെ? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, അതെ, ഇദാ മാതൽ അബ്ദുസ് സാലിഹ്. ഒരു നല്ലവനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടി ആകാശവും ഭൂമി പോലും കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, കരയണം, ആകാശം കരയണം. നാളെ നീ മരിച്ചു വെള്ളത്തുണിയിൽ പൊതിഞ്ഞുമ്മറപ്പടിയിൽ കിടത്തുമ്പോ ചുറ്റും നിന്ന് ഭാര്യ കരയുകയാണ്, മക്കള് കരയുകയാണ്, നിനക്ക് വേണ്ടി എല്ലാവരും കരയുകയാണ്. ആ സമയത്ത് ആകാശം കരയണം, ഭൂമി കരയണം. ഈ ഭൂമിയിലെ പുൽക്കൊടി പോലും നിന്നെ ഓത്തിട്ട് കണ്ണുനീര് പിടിക്കണം. അല്ലാഹുവേ, അവൻ മരിച്ചുപോയല്ലോ, ഇനി അവന്റെ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ കഴിയില്ലല്ലോ. ആകാശം നിനക്ക് വേണ്ടി വിങ്ങിപ്പൊട്ടണം. ഭാര്യ കരയുന്നു, മക്കള് കരയുന്നു. ആ സമയത്ത് ചുറ്റും നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ആർത്തട്ടഹസിച്ച് കരയുമ്പോ, ആ സമയത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടക്കുമ്പോൾ നിനക്കാണെങ്കിലോ ചിരിക്കാൻ കഴിയണം. ഭാര്യ കരയട്ടെ, മക്കള് കരയട്ടെ, ആകാശം കരയട്ടെ, ഭൂമി കരയട്ടെ, എല്ലാവരും നിന്നെ ഓത്ത് പൊട്ടിക്കരയുമ്പോ, പൊന്നുമോനെ, കിടക്കുമ്പോ മരിക്കുന്ന സമയത്ത് നീ കിടന്നിട്ട് ചിരിക്കണം. ജോ മർഗെ മുഅ്മിൻ ബാത്തു ഗോയം, ജോ മർഗെ മുഅ്മിൻ തബസ്സും വല്ലബവേസ്ത്. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ ചുണ്ടില് പുഞ്ചിരി പൂത്തുലഞ്ഞു കിടക്കണം, പുഞ്ചിരി പൂത്തുലഞ്ഞു കിടക്കണം. മരിക്കുന്ന സമയത്ത് ചിരിക്കാൻ കഴിയണം. ആളുകൾ വന്നിട്ട് പറയണം മരിച്ചു കിടക്കാന്ന് പറയില്ല, അവൻ ചിരിച്ചോണ്ട് കിടക്കാന്ന് പറയുന്നത് കേൾക്കാൻ കഴിയണം. അല്ലാതെ നീ മരിക്കുമ്പോൾ ദുർഗന്ധം കാരണത്താൽ മലക്കുകൾ ഓടരുത്, ആകാശം കണ്ണടക്കരുത്. മരിക്കുമ്പോഴും സുഗന്ധമുണ്ടാകുമ്പണം. ജീവിക്കുമ്പോഴും സുഗന്ധം, മരിക്കുമ്പോഴും സുഗന്ധം, കബറിലും സുഗന്ധം, സ്വർഗത്തിലും സുഗന്ധം. ആ സുഗന്ധത്തിലൂടെ നടന്നു പോകാൻ കഴിയണം. അതുകൊണ്ട് എത്ര നാള് ജീവിച്ചു എന്നല്ല, എത്ര മനോഹരമായി ജീവിക്കാൻ കഴിഞ്ഞു എന്നതിലാണ് കാര്യം. ജീവിക്കുന്നിടത്തോളം കാലം സുഗന്ധം പടർത്തുക. അടുത്ത് നിൽക്കുന്നവൻ നിന്നെ കണ്ടാൽ സുഗന്ധം ആസ്വദിക്കുന്നവനായി മാറുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ.